ADGP MR അജിത് കുമാറിനെതിരായ നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സ്ഥാനമാറ്റം നിയമസഭയ്ക്ക് മുന്നോടിയായുള്ള കണ്ണിൽ പൊടിയിടലാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. RSSന്റെ ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി എന്നതാണ് വസ്തുതയെന്ന് ഷാഫി പറമ്പിൽ പരിഹസിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി രേഖാമൂലം ഇന്ന് നിയമസഭയെ അറിയിച്ചത്. ADGP MR അജിത് കുമാറിനെതിരായ നടപടി അംഗീകരിക്കാതെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അജിത് കുമാറിനെതിരെയുള്ളത് നടപടിയല്ല, സാധാരണ സ്ഥലം മാറ്റമാണ്. മുഖ്യമന്ത്രിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരിക്കലും ഇതൊരു നടപടിയായി കണക്കാക്കാൻ കഴിയില്ല. ഇതൊരു സാധാരണ സ്ഥലം മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ADGP ലോ ആൻഡ് ഓർഡറിനെതിരായി അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നടപടിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത്. RSSന്റെ ചുമതലയിൽ നിന്നാണ് ADGPയെ മാറ്റിയതെന്നായിരുന്നു ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. RSSന്റെ ചുമതലയിൽ നിന്നെങ്കിലും അദ്ദേഹത്തെ മാറ്റി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഗതികെട്ടിട്ടാണെങ്കിലും അത്രയെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള വന്നു. മുഖ്യമന്ത്രി മനസ്സില്ലാ മനസ്സോടെയാണ് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. ADGPക്കെതിരായ നടപടി വൈകിട്ടില്ലെന്നും ശരിയായ സമയത്ത് സർക്കാർ വാക്കുപാലിച്ചെന്നുമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ശരിയായ സമയത്ത് ഗവൺമെന്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കിയിരിക്കും. ADGPയുടെ മാറ്റം LDFന്റെ വിജയമാണെന്നും മറ്റു വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വവും പ്രതികരിച്ചു. RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ചുമതലയിൽ തുടരുന്നത് അനുചിതമാണെന്ന് CPI കണ്ടത്. അതാണ് CPI പറഞ്ഞത്. ആ രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് LDF ഗവൺമെന്റ് നടപ്പിലാക്കിയത്. ഫോൺ ചോർത്തൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.